പ്രേക്ഷകരെ, നിങ്ങളുടെ ഓർമ്മ ഞാൻ 2025 ജൂൺ 22 ആ ഒരു ദിവസത്തേക്ക് കൊണ്ടുപോവുകയാണ്. അന്നാണ് ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് മേൽ അമേരിക്ക മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ MOP എന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ 60 മീറ്റർ വരെ, അതായത് പാറയോ മണലോ ഒക്കെ തുരന്നു ചെന്ന 60 മീറ്റർ വരെ താഴത്ത് ചെന്ന് പൊട്ടിത്തെറിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച ഒരു ദിവസമാണത്. നമുക്കറിയാമല്ലോ, ഇറാൻ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ സംഘർഷം അത് ഈ ഫെബ്രുവരി 28 തുടങ്ങുന്നതിന് മുമ്പ് ഒരു 12 ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധം അതിനു മുമ്പ് നടന്നിരുന്നു. അപ്പോൾ ആ 12 ദിവസത്തെ യുദ്ധത്തിൻ്റെ ക്ലൈമാക്സിൽ അമേരിക്ക ചെയ്ത പരിപാടിയാണത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അവരുടെ ബോംബർ വിമാനങ്ങൾ വഴി, ഏതാണ്ട് വലിയ ഭാരിച്ച ബോംബുകളാണ്, അത് ചുമന്നുകൊണ്ട് പോവുക സാധാരണ വിമാനങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് B-2 ബോംബർ വിമാനങ്ങൾ കൊണ്ട് ചെന്നാണ് ആ ബോംബുകൾ ഇട്ടത്. അപ്പോൾ അതിനുശേഷം ആ ആണവ നിലയങ്ങൾ ഏതാണ്ട് തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയുണ്ടായി. ഇതിപ്പോൾ പറയാൻ കാരണം അമേരിക്കയും ഇറാനുമായിട്ട് ഒരു ഉടമ്പടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. യുദ്ധം സംബന്ധിച്ച് രണ്ടു കൂട്ടരും ഒരു ധാരണ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ധാരണ പ്രകാരം ഇറാൻ്റെ കൈവശം ഇരിക്കുന്ന സമ്പുഷ്ടീകരിക്കപ്പെട്ട ആണവ ഇന്ധനം യുറേനിയം അത് കൃത്യമായി സംസ്കരിക്കണം. അത് ഇറാൻ്റെ കൈവശം ഇരിക്കുന്നത് അപകടമാണെന്നുള്ള തിരിച്ചറിവിൽ ഒന്നുകിൽ അത് അവിടെ നിന്ന് സുരക്ഷിതമായി നീക്കണം, അല്ലെങ്കിൽ അതിനെ ഈ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇറാൻ്റെ കയ്യിലുള്ളത്, അതിൻ്റെ ഒരു പ്രഭാവം കുറയ്ക്കുക, അത് കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യുക, അതിൻ്റെ ശക്തി കുറയ്ക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഒത്തുതീർപ്പ് ധാരണയിലുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക. കാരണം അമേരിക്ക ഒരു കാലത്ത് തകർത്ത് തരിപ്പണമാക്കിയ ആ ആണവ നിലയങ്ങളിലെ ഭൂഗർഭ അറയിൽ എവിടെയോ ഇപ്പോൾ കണ്ടെത്താനാകാത്ത അവസ്ഥയിൽ അത് അടക്കിയിരിക്കുന്നു. ഇപ്പം നമ്മൾ മൃതശരീരങ്ങൾ അടക്കുന്നത് പോലെ ഈ ആണവ ഇന്ധനത്തെ ഭൂമിക്കടിയിൽ എവിടെയോ അടക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് വലിയ ഭീഷണിയായി, കാരണം ഇത് ആണവ ഇന്ധനമാണ്. ആണവ ഇന്ധനം ഇരുന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഭീഷണിയാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം ഈ 60% വരെ സമ്പുഷ്ടീകരിച്ച ഈ ആണവ ഇന്ധനം അത് യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എന്ന വാതക അവസ്ഥയിലാണ് ഉള്ളത്. അത് കൃത്യമായി ഈ സിലിണ്ടറുകളിൽ ഉള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇത് ഭൂമിക്കടിയിൽ ഏതെങ്കിലും വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യവശാൽ ഇത് വാതക രൂപത്തിലുള്ളത് കൊണ്ട് അതിന് ചെറിയൊരു ചോർച്ചയോ സംഭവിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ജലവുമായി, ഭൂഗർഭ ജല സംവിധാനവുമായിട്ട് കലർന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ആണവ മാലിന്യമായിട്ടത് മാറും. അത് പ്രകൃതിക്ക് തന്നെ വലിയ നാശം സംഭവിക്കും എന്നുള്ളതാണ്. ഇനിയും അമേരിക്കയെ സംബന്ധിച്ചുള്ള മറ്റൊരാശങ്ക, അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇത് ഒരു പ്രത്യേക സംരക്ഷണ ആവരണത്തിനുള്ളിലാണ് ഈ ആണവ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ തുടർന്നാൽ ആർക്കും ഒരു ശല്യവുമില്ല. കാരണം ഇതൊരിക്കലും പൊട്ടിത്തെറിക്കില്ല. കാരണം ഈ യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൽ വീണ്ടും രാസപ്രവർത്തനമൊക്കെ നടത്തി അതിനെ കൂടുതൽ 90% വരെ സമ്പുഷ്ടീകരിച്ച് അതിൽ വീണ്ടും ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ അതേപോലുള്ള സംഗതികളൊക്കെ, അത് വളരെ സങ്കീർണമായ രാസപ്രവർത്തനം, അത്രയൊക്കെ സംഭവിച്ചാൽ അത് ഒരു ആണവ ബോംബായിട്ട് പൊട്ടിത്തെറിക്കുകയുള്ളൂ. അത്രയും വരെയൊക്കെ പോകണ്ട, അത് വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു ശല്യവുമില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇറാൻ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഈ 60% വരെ സമ്പുഷ്ടീകരിച്ച ഈ യുറേനിയം വേണമെങ്കിൽ മറ്റൊരായുധമായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഈ ഡർട്ടി ബോംബ് എന്നാണ് പറയുന്നത്. അത് വലിയ സ്ഫോടനം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഒരു ആണവ മാലിന്യത്തിൻ്റെ അണുപ്രസരണം സൃഷ്ടിച്ച് വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ തരത്തിൽ ഇറാൻ ഈ ആണവ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിക്കുമോ? ഇനിയിപ്പോൾ ഇറാൻ നേരിട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇറാൻ നിരവധിയായ ഭീകര സംഘടനകളെ അവർ പോറ്റി വളർത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ ഈ ആണവ ഇന്ധനം എത്തിപ്പെട്ടാലുള്ള അവസ്ഥയും വളരെ അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഈ ആണവ ഇന്ധനം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നീക്കണം എന്നുള്ള നിലപാട് കർക്കശമായിരിക്കുന്നത്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരപ്രകാരം ഈ അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2025 ജൂണിൽ ഈ വിവിധ ആണവ നിലയങ്ങളിൽ അവർ ബോംബിട്ട് അവിടെ വലിയ നാശമുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ ഏതാണ്ട് 460 കിലോ വരെ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അപ്പോൾ അമേരിക്ക വിവിധ ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഇസ്ഫഹാൻ എന്ന അവരുടെ ആണവ നിലയത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഭൂഗർഭ അറകളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം.
പിന്നെ അമേരിക്ക ഇവിടെ ബോംബാക്രമണമൊക്കെ നടത്തി ആകെ നശിപ്പിച്ചതിന് ശേഷവും അമേരിക്ക ഈ ആണവ ഇന്ധനം കൈക്കലാക്കാൻ അവർ സൈനികമായ നടപടി എടുക്കും എന്നുള്ള തിരിച്ചറിവിൽ ഇറാൻ വീണ്ടും ഈ പറയുന്ന ആണവ നിലയത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള കവാടങ്ങൾ വീണ്ടും ഇറാൻ തകർക്കുകയും ഒരു സൈനിക ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടി അവിടെ മൈനുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിവരം. ഇനിയിപ്പോൾ ആ ഭൂഗർഭ അറകളിൽ നിന്ന് ആ ആണവ ഇന്ധനം വീണ്ടെടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും ആദ്യം അങ്ങോട്ടേക്കുള്ള വഴി വലിയ എക്സ്കവേറ്ററുകളൊക്കെ കൊണ്ടുവന്ന് ആ വഴി ക്ലിയർ ചെയ്യുക വളരെ ശ്രമകരമായ ദൗത്യമാണ്. അതിനു മുമ്പായിട്ട് ഈ മൈനുകൾ എല്ലാം തന്നെ അവിടുന്ന് ഡിഫ്യൂസ് ചെയ്യുകയും വേണം. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഈ സംഗതി പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്യന്തം ശ്രമകരവും ഏറെ അപകട സാധ്യതയുള്ളതുമാണ്. കാര്യം ഏതെങ്കിലും തരത്തിൽ ഒരു ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കും. എന്നിരുന്നാലും ആ ആണവ ആയുധം അല്ലെങ്കിൽ ആ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് നീക്കണം എന്നുള്ള പിടിവാശിയിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത്. അതിന് കാരണം ഈ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ 90% വരെ ആക്കിയാൽ അതൊരു ആണവ ആയുധമാക്കി മാറ്റാൻ സാധിക്കും. അതിന് ചെറിയ സാങ്കേതിക നടപടികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇറാൻ്റെ ഇപ്പോഴുള്ള രഹസ്യ പദ്ധതികൾ പ്രകാരം അവർക്കത് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. അത് അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഭീഷണിയായതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ ആണവ ആയുധത്തെ അല്ലെങ്കിൽ ആ ആണവ ഇന്ധനത്തെ അവിടെ നിന്ന് ഒന്നുകിൽ സുരക്ഷിതമായി നീക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ അതിനെ മറ്റ് ചില രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കി അതിൻ്റെ 60% വരെയുള്ള ശേഷി 5% താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയും സഖ്യരാജ്യങ്ങളും ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയകരമാകുമെന്ന് അറിയില്ല. ഇനി ഇക്കാര്യത്തിൽ മറ്റ് ചില രാജ്യങ്ങൾക്കും കൂടി കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അതൊന്ന് മറ്റൊന്ന് റഷ്യയുമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഇറാൻ്റെ കയ്യിൽ ഈ ആണവ ഇന്ധനം തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നേരത്തെ ചർച്ചകളൊക്കെ വന്നപ്പോൾ റഷ്യ അങ്ങോട്ട് ഓഫർ വെച്ചിരുന്നു, ഞങ്ങൾ വേണമെങ്കിൽ ഇറാൻ്റെ ഈ ആണവ ഇന്ധനം ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാം. ഇറാൻ ഉപാധിയായി വെച്ചത് ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഈ ആണവ ഇന്ധനം ചൈനയ്ക്ക് കൈമാറാം എന്നുള്ള ഉപാധിയും വെച്ചിരുന്നു. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ഇറാൻ്റെ ആണവ ശേഷി അങ്ങനെ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അതിന് ലളിതമായ 2 കാരണങ്ങൾ പറയാം. റഷ്യ ഉക്രൈനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറാനിൽ ആണവ ശേഷി ഇറാനിൽ തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ശ്രദ്ധ മുഴുവൻ ഇറാനിലേക്ക് പോകും. അങ്ങനെ റഷ്യയ്ക്ക് ഉക്രൈനിൽ അവരുടെ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാം. അതേപോലെ ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ ചൈനയ്ക്ക് തായ്വാൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ അമേരിക്കയുടെ ശ്രദ്ധ എപ്പോഴും ഇറാനിൽ കേന്ദ്രീകരിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ തായ്വാനിൽ ചൈനയുടെ ലക്ഷ്യങ്ങളും ചൈനയ്ക്കും സാധിച്ചെടുക്കാം. അതിലുമുപരിയായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു സഖ്യമായിട്ട് ചൈനയും റഷ്യയും ഇറാനെ കൂട്ടുന്നു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ തങ്ങളുടെ സഖ്യരാജ്യമായ ഇറാനിൽ ആണവ ശേഷി ഉണ്ടെങ്കിൽ അത് തങ്ങൾക്ക് നൽകുന്ന കരുത്ത് അത് മറ്റൊന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത്, അവരുടെ വിലപേശൽ ശക്തി കുറച്ചുകൂടി കൂടും എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ പരോക്ഷമായിട്ട് ഇറാനിൽ ആണവായുധം തുടരുക എന്നുള്ളത് തന്നെയാണ് ചൈനയും റഷ്യയും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇനി കുറച്ച് നമുക്ക് പഴയകാല ചരിത്രം നോക്കാം. ഏത് സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു ആണവ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഇത്ര വലിയൊരു കുഴപ്പത്തിലേക്ക് ഇറാൻ പോയത് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇറാൻ്റെ പരമോന്നത നേതാവ് ഇപ്പോൾ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനേയി, അദ്ദേഹം അവരുടെ ആത്മീയ നേതാവും പരമോന്നത നേതാവുമായിരുന്ന കാലത്ത് അമാദ് എന്ന രഹസ്യ പദ്ധതി ഇറാനിൽ നടപ്പിലാക്കിയിരുന്നു. അതുപ്രകാരം അവർ രഹസ്യമായിട്ട് ആണവ പദ്ധതികളുമായി ആയുധശേഷി അവർ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിൽ ആണവ പോർമുനകൾ ഘടിപ്പിച്ചുകൊണ്ട് ആയുധശേഷി അടക്കം വർദ്ധിപ്പിക്കാനായിട്ടുള്ള രഹസ്യ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇറാനിലെ അമേരിക്ക രഹസ്യമായി പിന്തുണയ്ക്കുന്ന ഇറാനിലെ ചില പ്രതിപക്ഷ കക്ഷികൾ ആരോപണം ഉന്നയിച്ചു. 2002 ഇറാൻ രഹസ്യ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നു. കൂടാതെ നമ്മുടെ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ചില തെളിവുകളുമൊക്കെ ശേഖരിച്ചു. അങ്ങനെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ഇറാൻ്റെ നടപടികൾ വലിയ സംശയമുണ്ടായി. ഇവർ രഹസ്യമായിട്ട് ആണവായുധങ്ങൾ തയ്യാറാക്കുന്നു. അപ്പോൾ അവർ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാനിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അത് നിഷേധിച്ചു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനുമേൽ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധം, സാമ്പത്തിക ഉപരോധമടക്കം പ്രഖ്യാപിക്കപ്പെട്ടത്. ഇതിനുശേഷം നിരവധിയായ ചർച്ചകൾ നടന്നു. ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് വഴങ്ങി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ അംഗങ്ങൾ അതൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് അമേരിക്കയാണ്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, കൂടാതെ ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്നാണ് ഒരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കിയത്. അതിൻ്റെ പേര് ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ JCPOA
JCPOA 2015 അമേരിക്കൻ പ്രസിഡന്റ് അപ്പോൾ ബരാക് ഒബാമയാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് 2015 ഈ കരാർ നിലവിൽ വന്നത്. പക്ഷേ 2018 ട്രംപ് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങി. കാരണം ഇറാൻ ഈ കരാറിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി രഹസ്യമായ ആണവായുധ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇറാൻ ഈ പറയുന്ന ആണവ പദ്ധതികളുമായി, ആയുധ നിർമ്മാണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി നിരന്തരമായ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആശയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് വഴിമാറിയത്. അപ്പോൾ ഇനി ഇറാൻ ഈ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം നേരത്തെ ഉള്ള കരാർ പ്രകാരം തന്നെ 3.6% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാനായിട്ടുള്ള അവകാശം ഇറാന് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലഭ്യമായ കണക്ക് പ്രകാരം ഇറാൻ്റെ കയ്യിലുള്ളത് 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു 450 കിലോ, 460-450 കിലോളം ഉണ്ടാകും. 20% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു 1000 കിലോഗ്രാമും, 3.6% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു 8500 കിലോഗ്രാം വരെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ 8500 കിലോഗ്രാം വരെയുള്ള യുറേനിയം അത് അപകടകരമല്ല. അത് ഒട്ടുമിക്ക രാജ്യങ്ങളും ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയമാണ്. സാധാരണഗതിയിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു മൂലകം മാത്രമാണ് യുറേനിയം. അത് നിരന്തരമായി അതിൽ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ സമ്പുഷ്ടീകരണം നടപ്പിലാക്കുക. അപ്പോൾ 3.6% വരെ സമ്പുഷ്ടീകരിക്കാതെ സാധാരണഗതിയിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. ഈ ഒരു അനുമതി മാത്രം ഇറാന് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിലവിൽ ഒത്തുതീർപ്പ് ചർച്ചകളുടെ വ്യവസ്ഥകൾ പ്രകാരം ഇറാൻ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ഇറാനിലേക്ക് വീണ്ടും കടന്നു വരാനായിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഒരു ചോദ്യം ഇപ്പോഴും, ഏറ്റവും വലിയ ആശങ്ക ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ ഇസ്ഫഹാൻ ആണവ നിലയത്തിൻ്റെ ഭൂഗർഭ അറയിൽ എവിടെയോ കിടക്കുന്ന, ഇപ്പോൾ അങ്ങനെ തന്നെ പറയാൻ കാര്യം, അങ്ങോട്ടേക്കുള്ള പാതകളെല്ലാം തകർന്ന് തരിപ്പണമായി. ഇറാനും അവരുടെ രീതിയിൽ അത് കുറച്ചുകൂടി അത് മോശമാക്കി ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് വീണ്ടെടുക്കുക എന്നുള്ളത് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാകും. അപ്പോൾ ഒന്നുകിൽ അത് പുറത്തെത്തിച്ച് അത് സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അത് മാറ്റുക, അല്ലെങ്കിൽ അവിടെ തന്നെ അത് സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ശേഷി 60% വരെയുള്ള അതിൻ്റെ ശേഷി അത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ശ്രമകരമായ ഒരു രക്ഷാദൗത്യത്തിനായിരിക്കും ഇറാൻ വേദിയാകുക. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് എത്രത്തോളം സങ്കീർണമാണ്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാം.